അമ്മേ മഹാമായി ഭഗവാൻ. എന്താ വെറുക്കുന്നത്? വല്ലാതെ വീർക്കുന്നുണ്ടല്ലോ. ഇവിടെ നല്ല തണുപ്പല്ലേ, അതുകൊണ്ടാ. ഐ എം മോഹൻ, ഡബിൾ MA, MA എക്കണോമിക്സ്, MA ഇംഗ്ലീഷ്. ഇവിടെ ആകെ ഒരു വേക്കൻസി ഉള്ളൂ. എനിക്കറിയാം, എന്റെ അങ്കിൾ ഇവിടുത്തെ MLA. ഹലോ, ഒരു മിനിറ്റ്, ഫയൽ ഇത്തിരി മൂത്രം. അമ്മേ മഹാമായി ഭഗവതി രക്ഷിക്കണേ. നാരായണ, ഗുരുവായൂരപ്പ, നാരായണ, ഓരോരുത്തർക്ക് റെക്കമെൻഡ് ചെയ്യാൻ മന്ത്രി MLA ഒക്കെ ഉണ്ട്. ദേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ നാരായണ. അയ്യോ, ഇന്റർവ്യൂ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെന്താ മടങ്ങി പോകുന്നത്? നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് മടങ്ങി പോകുന്നത്. അകത്തൊരാൾ ഇരിപ്പുണ്ട്, ഡബിൾ MA ആണ്. പിന്നെ ഉണ്ട് സാർ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ. ജോലി ആയാൽ കുറപ്പാ, പിന്നെ ഞങ്ങൾ നിന്നിട്ട് എന്താ കാര്യം? ഒരു ഡിഗ്രി വെച്ചിട്ടൊന്നും കാര്യമില്ല. ജോലി കിട്ടണമെങ്കിൽ ചില ഞുണുങ്ങ് വേലകളൊക്കെ ഉണ്ട്. നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂവിന് വേറെ ആരും അതെ, വന്നില്ലേ? ഇവിടെ കുറച്ചുപേരുണ്ടായിരുന്നു, അവരൊക്കെ പോയി. കാരണം ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരെല്ലാം പോയി. അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ ഇതുവരെ വിളിച്ചില്ലേ? ഇല്ല, മാഡം ഇവിടുത്തെ സ്റ്റാഫ്. ആ അതെ. എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ്. ഓ അത് ശരി, നോക്കട്ടെ കേട്ടോ. ഓ ഇരിക്കൂ. വേണ്ട, പ്ലീസ് പ്ലീസ് ഇടാ. സാരല്ലേ, ഇരിക്കൂ. വേണ്ട. സർട്ടിഫിക്കറ്റ്. ഗാന്ധി യൂണിവേഴ്സിറ്റി. ഓ, MA എക്കണോമിക്സ്, MA ഇംഗ്ലീഷ്, രണ്ടിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. നാഷണൽ ടാലന്റ് ടെസ്റ്റ്, ഹൈ ജംപ് വിന്നർ, യൂണിവേഴ്സിറ്റി അത്ലറ്റ് മീറ്റ് 1989. ഇത്രയൊക്കെ ഡിഗ്രി മെറിറ്റ് ഉണ്ടായിട്ടും വേറെ നല്ല ജോലിക്ക് ട്രൈ ചെയ്തൂടെ? 1.5 വർഷമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കാം മാഡം, പക്ഷെ കിട്ടണ്ടേ. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു സവർണനായിപ്പോയി. അത് തന്നെയാണ് എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ല മാഡം. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് മിസ്റ്റർ മോഹൻ. ആ മിസ്റ്റർ മോഹൻ, ഈ കാലത്ത് യോഗ്യതയ്ക്കും കഴിവിനും ഒന്നും ഒരു വിലയില്ലെന്ന് പറയുന്നത് നേരാ. ഉദാഹരണത്തിന് മോഹന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ മാനേജറെ കണ്ടിരുന്നു. ആ പോസ്റ്റിലേക്ക് ഏതോ MLA കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തു എന്നാ പറഞ്ഞത്. ഇല്ല മാഡം, MLA കാൻഡിഡേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ അയാൾ പോവുകയും ചെയ്തു. ഓ, എന്നാ മേയറുടെ എന്നായിരിക്കും പറഞ്ഞത്. എനിവേ അവര് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ എന്റെ കാര്യമോ മാഡം? ഐ എം സോ സോറി ടു ഡിസപ്പോയിന്റ് യു മിസ്റ്റർ മോഹൻ. നിങ്ങളെപ്പോലെ അഭ്യസ്ത വിദ്യർ ഒരു തൊഴിലിന് വേണ്ടി തെണ്ടുമ്പോ ഒരു കഴിവും യോഗ്യതയില്ലാത്തവർ അത് അപഹരിച്ചെടുക്കാന്ന് പറഞ്ഞാ വളരെ ശോചനീയമാണ്. ഞാനത് ആ മനുഷ്യനോട് പറഞ്ഞു നോക്കി. അപ്പൊ ആ മനുഷ്യൻ പറയാ ഇനിയും വേക്കൻസി ഉണ്ടാവില്ല, അപ്പൊ നോക്കാവുന്ന. എന്ത് ചെയ്യാനാ? അപ്പോ അടുത്ത് തന്നെ മറ്റൊരു വേക്കൻസി പ്രതീക്ഷിക്കാമോ മാഡം? തീർച്ചയായിട്ടും. ഇത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ മിസ്റ്റർ മോഹൻ? ഇനിയും വേക്കൻസികൾ വരുമല്ലോ. അങ്ങനെയൊന്ന് വന്നാൽ ആ ജോലിക്ക് എനിക്ക് മാഡത്തിന്റെ റെക്കമെൻഡേഷൻ പ്രതീക്ഷിക്കാമോ? ഷുവർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് മാഡം. എന്താ? യു ആർ സോ കൈൻഡ് ടു മീ. ഇറ്റ്സ് ഓൾ റൈറ്റ്. മാഡം സോറി, മാഡം ഇവിടെ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഞാൻ വളരെ കാലമായി ജോലിക്ക് വേണ്ടി അലയുന്ന ഒരു ബിരുദധാരിയാണ് സർ. എന്താ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ മതി. ശമ്പളം ഒന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ എനിക്കത് പ്രശ്നമാണ്. 3 മാസം പ്രൊബേഷൻ ആയിരിക്കും. ആ സമയത്ത് 1000 രൂപ മാത്രം ശമ്പളം. ശരി. പ്രൊബേഷൻ പീരീഡിൽ ജോലിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഒരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല. ഇല്ല സർ, എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. എന്താ? ഇന്ത്യൻ എക്സ്പോർട്ടിംഗ് കമ്പനി ജോലിയുള്ള യമുനയുടെ. അതെ, ഇത് തന്നെ. പക്ഷെ ചേച്ചി ഓഫീസിൽ വന്നിട്ടില്ല. വരട്ടെ, ധൃതിയില്ല. മോളൊന്നും അങ്ങോട്ട് നോക്കിക്കേ. എന്തിനാ? ഇതിൽ നിന്ന് ഇറങ്ങാനാ. അത് ഞാനെന്തിനാ മാറുന്നേ?
എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ദാ നോക്കിയേ, ആ രക്ഷപ്പെട്ടു. ആ മോളി എമ്മയുടെ ആര്? അനിയത്തിയാ. ആ പഴകി നിങ്ങളാ എന്താ ഇവിടെ? മാഡത്തിന്റെ കാര്യം എന്താ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും വീട് ഞാൻ കണ്ടുപിടിച്ചു. ഇതെന്താ ഇത്? കൊല, നേന്ത്രക്കൊല. കുറച്ച് ആദായത്തിന് കിട്ടിയപ്പോ മാഡത്തിന് വേണ്ടി. വേണ്ട വേണ്ട, എനിക്കൊന്നും ഇഷ്ടമല്ല. നേന്ത്രപ്പഴം ഇഷ്ടമല്ല? എന്നാ പിന്നെ മുന്തിരി, ആപ്പിൾ, ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലും. അതല്ല മിസ്റ്റർ, ഈ വക ഏർപ്പാടൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നാ പറഞ്ഞത്. അത് ശരി, ഞാൻ വിചാരിച്ചു. മോഹൻ ഇത് തിരിച്ചുകൊണ്ട് പോയിക്കോളൂ. മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനിത് കൈക്കൂലിയായിട്ട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി വളരെ ആദായത്തിൽ ഒരു കൊല ഇരിക്കുന്നുണ്ട്, ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ഇത് തിരിച്ചുകൊണ്ട് പോണം. അല്ല, എന്താടി തിരിച്ചു കൊണ്ടുപോകാൻ പറയുന്നത്? അയ്യോ, നല്ല നേന്ത്രക്കൊല. ഇതെവിടുന്നാ? മോൻ പഴക്കച്ചവടക്കാരനാണ്. അയ്യോ അല്ലല്ല, ഞാൻ അമ്മൂമ്മയുടെ ഒരു സന്തോഷത്തോട് മേടിച്ചതല്ലേ. കാഴ്ചക്കൊല. പിന്നെന്തിനാ ഇത് തിരിച്ചു കൊണ്ടുപോകുന്നത്? മോൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്. അതെ. ഇത് പിടി. ആ, മോൻ ഏതാ? ഞാൻ എന്റെ ഒരു പരിചയക്കാരൻ, അത്രേ ഉള്ളൂ. അതെ. ആ എടി, എന്റെ കണ്ണാടി ഇന്ന് പൊട്ടിപ്പോയി. നിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ എനിക്കൊരു കണ്ണാടി മേടിച്ചു തരണം. നമുക്ക് ആദ്യത്തെ ശമ്പളം? അപ്പൊ മാഡം ഇതുവരെ ശമ്പളം ഒന്നും മേടിച്ചില്ലേ? അയ്യോ, ഇതെന്താന്നറിയോ? എല്ലാ മാസവും 1-ാം തീയതി ആദ്യത്തെ ശമ്പളം. അതുദ്ദേശിച്ച അമ്മ പറഞ്ഞത്. അത് ശരി. എന്നാ മോഹൻ പൊയ്ക്കോളൂ. എനിക്ക് ധൃതിയില്ല. എനിക്കല്പ ധൃതിയുണ്ട്, അതാ. പിന്നെ എന്റെ വേക്കൻസിയുടെ കാര്യം ഞാൻ വരുമ്പോ അറിയിക്കാം. ഓ അല്ല, എനിക്ക് അറിയാന്നല്ലേ, ഇടക്കിടക്ക് അന്വേഷിച്ചോളാം. സോറി. തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? അയ്യോ, എന്റെ അച്ഛനാ. അച്ഛനാണല്ലേ? മോഹൻ എന്താ വന്നത്? അല്ല, എമിയുടെ ഓഫീസിൽ ഇന്റർവ്യൂവിന്. ഞാൻ പറഞ്ഞോളാം, മോഹൻ പൊയ്ക്കോളൂ. ശരി ശരി എന്നാ. ആ, ഏതാ മോളെ ഈ അലവലാതി? അതൊരു വലിയ കഥയാച്ചാ, പിന്നെ പറയാം. അച്ഛൻ പോയാരി എന്തായി? പോയ കാര്യം ഏതാണ്ടൊക്കെ നടക്കുമെന്നാ തോന്നുന്നത്. സർ, എന്താ ഇവിടെ ഉടനെ വല്ല വേക്കൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വേക്കൻസിയോ? എന്ത് വേക്കൻസി? അല്ല, പുതിയതായിട്ട് ജോലിക്ക് എന്തെങ്കിലും പോസ്റ്റിലേക്ക്. എനിക്കറിയില്ല. അടുത്ത മാസം ഏതോ വേക്കൻസി ഉണ്ടെന്ന് പറയുന്ന കേട്ടു. കൃത്യമായിട്ട്. എന്താ? പിന്നെന്താ സൂപ്രണ്ടുമായിട്ടൊരു കിന്നാരം? സർ, ഞാൻ ഒന്നും സംസാരിച്ചില്ല സർ. സംസാരിക്കാതെ അയാളുടെ ഭംഗി ആസ്വദിക്കായിരുന്നു. ഇപ്പോൾ ജോലി സമയമല്ലേ? അതെ സർ, ഞാൻ ജോലിയെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പുതിയ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എന്റെ ഒരു പരിചയക്കാരനായ പാവം സാധു മനുഷ്യന്. എന്റെ റെക്കമെൻഡേഷൻ ഒരു ജോലി കൊടുക്കണം, അതല്ലേ പറയാൻ വന്നത്? അതെ സർ. ആട്ടെ, എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട്? 10 ദിവസമായി. എന്നാ ഇനി അധികം നീട്ടണ്ട, ഇതുവരെ ചെയ്തതിന് ശമ്പളം വാങ്ങിപ്പോയ്ക്കുള്ളൂ. അയ്യോ സാർ, സാർ 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 അങ്ങനെ പറയില്ലേ സാർ. ഒരു കുടുംബം പോറ്റാനുള്ളതാണ് സാർ. ഇനി ഇത് ആവർത്തിക്കില്ല സാർ. സാർ സാർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. മര്യാദയ്ക്ക് ജോലിയെ സൗകര്യം മാത്രം വന്നാ മതി. ശരി സാർ, ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം. പൊയ്ക്കോളൂ. ശരി സാർ. ഉം